സംസ്ഥാന സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സൗജന്യ ഓണക്കിറ്റ് നൽകുക. കൺസ്യൂമർ ഫെഡ് ഓണച്ചന്തയുടെ ഉദ്ഘാടനം വൈകിട്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിക്കും. സപ്ലൈകോ ഓണച്ചന്തകൾക്ക് പിന്നാലെ സർക്കാരിന്റെ ഓണക്കിറ്റുകളുടെയും വിതരണം ആരംഭിച്ചു. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമാണ് സർക്കാരിന്റെ സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കുക. 30,000-ൽ പരം ക്ഷേമ സ്ഥാപനങ്ങൾക്കാണ് ഓണക്കിറ്റ് നൽകുകയെന്ന് മന്ത്രി ജി.ആർ. അനിൽ. ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുള്ള കിറ്റ് ഉദ്യോഗസ്ഥർ എത്തിക്കും. ക്ഷേമ സ്ഥാപനത്തിലെ 4 അന്തേവാസികൾക്ക് ഒരു കിറ്റ് എന്ന നിലയിലാണ് നൽകുക. ഇത്തരത്തിൽ 10,634 കിറ്റുകൾ നൽകുമെന്ന് ഭക്ഷ്യവകുപ്പ് പറയുന്നു. സൗജന്യ ഭക്ഷ്യക്കിറ്റ് നൽകുന്നതിൽ ഉയരുന്ന വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ മന്ത്രി, വിശപ്പ് രഹിത കേരളത്തിനായുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും വ്യക്തമാക്കി. സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെപ്പറ്റി ഒട്ടേറെ വിവാദങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിനെ എതിർത്തവരും പരിഹസിച്ചവരുമുണ്ട്. എന്തുകൊണ്ട് എല്ലാവർക്കും കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരും നമുക്കിടയിലുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ വ്യക്തമായ നിലപാടാണ്. കിറ്റ് നിഷേധിക്കുന്ന നിലപാടെടുക്കില്ല. മുഴുവൻ ആളുകൾക്കും ഓണത്തിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പഞ്ചസാര, വെളിച്ചെണ്ണ, തുവരപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, വൻപയർ, കശുവണ്ടി, മിൽമ നെയ്, ഗോൾഡ് ടീ, പായസം മിക്സ്, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് തുടങ്ങിയ 14 അവശ്യ വസ്തുക്കളാണ് കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഇത്തവണ ഓണക്കാലത്ത് പിങ്ക് കാർഡുകാർക്ക് നിലവിലുള്ള വിഹിതത്തിന് പുറമെ 5 കിലോ അരി അധികം നൽകും. നീലക്കാർഡിന് 10 കിലോയും വെള്ളക്കാർഡിന് 15 കിലോയും വീതമാണ് അരി നൽകുക. കിലോയ്ക്ക് 10 രൂപ 9 പൈസ നിരക്കിലാണ് നൽകുന്നത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.